ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷനാണ് മോൻ്റെ സ്കൂളിൽ, സുഡാപ്പിയുടെ സ്കൂളിൽ കേട്ടോ. മൂത്താൾ പോയിട്ടില്ല, ആൾ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ക്യാമ്പിന് പോയിട്ടുണ്ട്, ഇന്ന് സെലിബ്രേഷന് പോയിട്ടില്ല. അപ്പോൾ ഞാനും പാത്തൂസും സുഡാപ്പിയും കൂടി സുഡാപ്പിയുടെ സ്കൂളിൽ സെലിബ്രേഷന് പോകാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അത് കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ പാത്തൂസും സുഡാപ്പിയും ഞാനൊക്കെ ഇന്ന് ചുവന്ന ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കണത്. സെലിബ്രേഷൻ അല്ലേ, വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അത് അടിച്ച് പൊളിക്കാം, അത്ര തന്നെ. അങ്ങനെ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ആഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്കൊരു ഉപകാരമുള്ളൂ കേട്ടോ. ഡോളറൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ആഡ്സും കട്ട് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട റോസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ചൂട് പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട ഇവിടെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇതേ പൊറോട്ടയുണ്ട്, പിന്നെ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ കൂട്ടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാനിതേ സുഡാപ്പിക്കും പാത്തൂസിനും വാരി കൊടുക്കുകയാണ്, കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ ടൈമിൽ ചെറിയ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബ്ലോഗ് ഇടുന്ന കാരണം കൊണ്ട് എവിടെ പോകുമ്പോഴും ഇറങ്ങുമ്പോൾ ഒരു വീഡിയോസ് പതിവാണ്. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ വീഡിയോസ് ഇറങ്ങാൻ നേരത്ത് ഇതേ പാത്തൂസ് ഒരു ഇല എടുത്തിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇട്ടപ്പോഴേക്കും ഇതേ അടുത്ത ആളും വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങുന്ന ടൈം ആയപ്പോഴേക്കും നമ്മുടെ ലവ് ബേർഡ്സ് ചാനൽ സജനെത്താൻ അറിയില്ലേ, ആളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ആളുടെ മോളും ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇതേ ഷിഫാനയും ദുൽഫീക്കറും രണ്ടുപേരും ഇതേ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സുഡാപ്പി അങ്ങനെ ഞങ്ങളെ കൂടെ വരുമ്പോൾ വർത്താനൊന്നും പറയണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവർ രണ്ടാളും ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ മുമ്പിൽ പോട്ടെ വെച്ചിട്ട് അവരെ മുമ്പിൽ പറഞ്ഞയച്ചു. പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ അതേ അങ്ങനെ സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിലെത്തി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറയാനായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ PTLത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വന്ന ടൈമിൽ അവരവിടെ പച്ചക്കറിയൊക്കെ അരിയായിരുന്നു. പക്ഷെ എൻ്റെ പാത്തൂസ് തീരെ നിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല, കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയില്ല. ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ തീരെ നിലത്തിറങ്ങുന്നില്ല കേട്ടോ. പിന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയായിരുന്നു. പക്ഷേ ഇരുത്തിയ സമയത്തും കുട്ടികളായിട്ട് പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേവിടെ എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗ് ഇതേവിടെ ഇങ്ങനെ പുഴുങ്ങാനായിട്ട് ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിരിയാണിക്കുള്ള ചോറിനുള്ള ഇതൊക്കെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ പിന്നെ പുറത്തേക്ക് ചാടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സ് ചാനലിലെ സജിനത്ത. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആള് ബ്ലോഗിലൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടട്ടെ വെച്ചപ്പോൾ ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അനുവാദം മേടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ പ്രസൻറ്റേഷൻ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ക്രിസ്മസ് ഫ്രണ്ട്സിന് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഡാപ്പിയുടെ ഗിഫ്റ്റ് ഞാൻ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്തൂസിന് ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടോ. ഇരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അവർ എന്തോ എന്തോ ചെയ്തപ്പോഴാണ് കേട്ടോ ആൾ കരഞ്ഞത്. കരയുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. കരഞ്ഞതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അവർ ഇങ്ങനെ പാത്തുവിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് കൊണ്ടിരുത്തിയതാണ്. പിന്നെ ആൾ കരച്ചിലായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുത്തി. പിന്നെ ഞാനങ്ങനെ അവരെ സഹായിക്കാൻ പോകാമല്ലോ എന്ന് വെച്ചപ്പോഴേക്കാണ് കേട്ടോ ആളുടെ കരച്ചിൽ തുടങ്ങിയത്. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ തലേദിവസം രാത്രി നല്ല പനിയായിരുന്നു. ഞാൻ ഡോക്ടറെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ അങ്ങോട്ട് ശരിയായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ LKG ആണ് കേട്ടോ. LKG ക്ലാസ്സിൽ ഇതേപോലെ പരിപാടികൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ എടുത്തു. പിന്നെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ
എന്താണ് പരിപാടി തുടങ്ങാത്തത് എന്നുള്ള ചർച്ചകളിലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടീച്ചർമാർ ഇവിടെ ഇപ്പുറത്തെ LKGത്തെ ടീച്ചർ മഞ്ജു ടീച്ചറാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ജു ടീച്ചർ, നമ്മുടെ അന്ന് മോൾക്ക് ഹെയർ ബാൻഡ് മേടിച്ചതെന്ന് പറഞ്ഞില്ലേ, ആ ടീച്ചറാണ് കേട്ടോ ഇത്. അവിടെ ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസൻറ്റേഷൻ കൈമാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതവിടെ മാഷും ടീച്ചറും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് പുൽക്കോടും ട്രീയും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികളൊന്നും വന്നിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ നേരെ അത് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ സുഡാപ്പിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉള്ളത്, അലങ്കൃത എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ആളുടെ അമ്മയും ആളുടെ ഒരു ഉണ്ണിയുണ്ട് കേട്ടോ, ആദുട്ടൻ. അപ്പോൾ ആദുട്ടനെ ഇങ്ങനെ നിർത്തി ഞാനും ചിരിച്ചൊന്ന് എടുത്തതാണ് കേട്ടോ. ആളോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നൊന്നുമില്ല. പക്ഷേ പിന്നെ ക്യാമറയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആൾ ചിരിക്കുന്നത്. അതുവരെ ചിരിച്ചൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ആദുട്ടൻ. പിന്നെ ഇനി നമുക്ക് അവിടുത്തെ കുഞ്ഞുമക്കളുടെ ഡാൻസും പരിപാടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ച കുട്ടികളുടെ ഡാൻസ് മാത്രമാണെന്ന് കേട്ടോ. പിന്നെ അവരുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് നോക്കിയപ്പോൾ സ്റ്റേജിൽ ടീച്ചർമാർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നീടാണ് അറിഞ്ഞത് ടീച്ചർമാരുടെ ഡാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ 3 ടീച്ചർമാരും കൂടിയിട്ടുള്ള ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
മക്കളുടെയും ടീച്ചർമാരുടെയും ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇതിപ്പോൾ മക്കളെല്ലാം ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മുടെ എഗ്ഗ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നവരനുസരിച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈനായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡൊക്കെ. അതൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇരുന്നത് ഒരുമിച്ചിരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ സജനത്താടെ മോൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പാത്തോസിനും വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് അടിക്കാൻ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.